ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്യാപ്പിംഗ് എന്നുള്ള ഒരു ന്യൂസ് അറിയാലോ അല്ലേ? ഓസ്ട്രേലിയയിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസിന് മാത്രമേ COE കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ വിസ കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു നിയമം പാസ്സാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അതായത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഇത്ര കോട്ടയുണ്ട്, അത് കൂടുതൽ അവർക്ക് COE ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഈസോസ് ബില്ലെന്ന് പറഞ്ഞൊരു ബില്ലാണ് ഈ പറഞ്ഞ ക്യാപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ബില്ല്. ആ ബില്ല് പാസ്സാകുകയാണെങ്കിലാണ് ഈ ക്യാപ്പിംഗ് നിലവിൽ വരിക അടുത്ത ജനുവരി 2025 മുതൽ. പക്ഷേ സെനറ്റിൽ അത് അപ്പർ ഹൗസായ സെനറ്റിൽ അത് അംഗീകരിക്കപ്പെട്ടില്ല. കാരണം ഒപ്പോസിഷൻ പാർട്ടിയും ഗ്രീൻസ് പാർട്ടിയും രണ്ട് പാർട്ടികളും കൂടി കൈകോർത്ത് ഇല്ല, ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ട സപ്പോർട്ട് ലഭിക്കാതെ ആ ബില്ല് പാസ്സാവാതിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. പിന്നെയും ഇപ്പോൾ ക്യാപ്പിംഗ് ഇല്ല, പക്ഷേ ക്യാപ്പിംഗ് ഇനിയും വേണമെങ്കിൽ വരാം. കാരണം പുതിയ വരാൻ പോകുന്ന പാർട്ടി എങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയില്ല. കാരണം പീറ്റർ ഡട്ടൺ ആണ് ഒപ്പോസിഷൻ്റെ ലീഡർ, നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ആവാൻ സാധ്യതയുള്ളത് എന്ന് വിശകലനം ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് ആണെങ്കിലും ആ ഗവൺമെൻറ് വന്നാലും ഹൗസിംഗ് ക്രൈസിസിന് ഉത്തരവാദികൾ സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ നമ്പർ കൂടുതലാണ് എന്നാണ് അവർ പറയുന്ന റീസൺ. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഒരു ഗുഡ് ന്യൂസാണ്. കാരണം ക്യാപ്പിംഗ് ഇല്ല. ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിക്കും എത്ര വേണമെങ്കിലും സ്റ്റുഡൻസിനെ COE ഇഷ്യൂ ചെയ്യാം എന്നുള്ളതും യൂണിവേഴ്സിറ്റികളെല്ലാം ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് പണി കിട്ടും എന്നുള്ളത് മനസ്സിലായിട്ട് എല്ലാവരും ഒന്ന് വിറങ്ങലിച്ച് നിൽക്കുന്നത് കൊണ്ട് അത് നമ്മളിപ്പം കണ്ടായിരുന്നു. മാർച്ചിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ യൂണിവേഴ്സിറ്റീസ് ലെവൽ 2 ആയതു. അതെ, എല്ലാവരും ഒന്ന് വിറപ്പിച്ചിട്ടുണ്ട്. അപ്പം അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും അത് സപ്പോർട്ട് ചെയ്യുന്ന ഏജൻസിനെയും പണിഷ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ പല ഏജൻസിൻ്റെയും ടൈപ്പുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അതേ ഓതറൈസ് റെപ്രസെൻറ്റേറ്റീവ് സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു. നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് അറിയാവുന്നവരുടെ 5 യൂണിവേഴ്സിറ്റീസ് ആണ് അവർ ബാൻ ചെയ്തത്. ടൈപ്പ് അവർക്ക് ടൈപ്പ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതറൈസ് റെപ്രസെൻറ്റേറ്റീവ് സ്റ്റാറ്റസ് പോയി എന്ന് പറയും. ഈ സ്റ്റാറ്റസിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം നമുക്കല്ലാതെയും വേറെ ചാനൽസിലൂടെ ആപ്ലിക്കേഷൻസ് ഇടാം അല്ലേ? അങ്ങനെ നമ്മൾ ഹോലാവേൾഡ് എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഒരു പ്രാക്ടീസസിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ക്യാപ്പിംഗ് കൊണ്ടുവരാൻ നോക്കിയത്. എനിവേ, സോ ക്യാപ്പിംഗ് നിന്നെങ്കിലും മൊത്തത്തിൽ ടൈറ്റായിരിക്കും പ്രോസസ്സ്. അതായത് പറയുന്ന ഫണ്ട് റിക്വയർമെൻറ്റ്സും പറയുന്ന അക്കാഡമിക് ക്വാളിഫിക്കേഷൻസും ഉള്ള ജെനുവിൻ സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഓസ്ട്രേലിയയിൽ വരാൻ പോകുന്നത്. കാരണം എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ചായിരിക്കും ഈ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുക. അതുപോലെ തന്നെ അസസ്മെന്റ് ലെവൽസിലും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് അവർ തൽക്കാലം അത് ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്. പുതിയ ഇപ്പം അസസ്മെന്റ് ലെവൽസ് അവർ എപ്പോഴും ചെയ്യുന്നത് എല്ലാ ഓരോ ഇൻടേക്ക് കഴിയുമ്പോഴും അവർ വിശകലനം ചെയ്യും. എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, എത്ര ജെനുവിൻ സ്റ്റുഡൻസിനെ അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ, എത്ര പേര് ഡ്രോപ്പ് ചെയ്തു, ഇതെല്ലാം അനുസരിച്ചാണ് ഈ ലെവൽസ് അവർ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ സെപ്റ്റംബറിൽ പുതിയ ലെവൽ വരേണ്ടതായിരുന്നു. പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പകരം ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസ് ഉള്ളത് ലെവൽ 3 3 യൂണിവേഴ്സിറ്റീസ്, ഫെഡറേഷൻ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഇംഗ്ലണ്ട് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടസ്മാനിയ, ഇത് 3 ലെവൽ 2 ആയിട്ടുണ്ട്. ലെവൽ 3 യൂണിവേഴ്സിറ്റിയിൽ ലെവൽ 13 യൂണിവേഴ്സിറ്റീസും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു പരുവത്തിലാണ്. ലെവൽ 1ഉം ലെവൽ 2ഉം മാത്രമേ ഇപ്പോഴുള്ളൂ. ഇതിൽ വേറൊരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട്. ലെവൽ 2 ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയ ഇപ്പോൾ ലെവൽ 1 ആയി മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതൊരു കുറച്ച് നാളായി മാറിയിട്ടുണ്ട്, 2-3 വീക്സ് ആയി മാറിയിട്ട്. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയും അഡ്ലേഡ് യൂണിവേഴ്സിറ്റി രണ്ടും കൂടി മെർജ് ചെയ്യും. അഡലേഡ് യൂണിവേഴ്സിറ്റിയുടെ ഉത്ഭവം വരാൻ പോവാണ് അല്ലേ? ഇനിയിപ്പോൾ അതുകൊണ്ടൊക്കെ ആണോ എന്ന് അറിയത്തില്ല. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയനെ അവർ ലെവൽ 1 ആണ്. ഓൾറെഡി അഡലേഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പയിൻ ഒക്കെ തുടങ്ങി കേട്ടോ. അഡലേഡ് യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ക്യാമ്പയിന് നമ്മളെ സമീപിച്ചിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുമോ, സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ നവംബറിൽ നമുക്ക് നല്ല വിസയുടെ തിരക്കുള്ള സമയമാണ്. നമുക്ക് ആ ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ നമ്മൾ ഫെബ്രുവരിയിലോ ജനുവരിയിലോ നമുക്ക് സമയമുള്ളപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അഡലേഡ് യൂണിവേഴ്സിറ്റി ഒരു വമ്പൻ അടിപൊളിയായിട്ടായിരുന്നു. അവരുടെ കളറും ലോഗോയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അഡലേഡ് യൂണിവേഴ്സിറ്റി ഒരു നല്ല യൂണിവേഴ്സിറ്റിയാണ്, ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റിയാണ്. അവർ അതിശക്തമായി വളരുക. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ പാസ് ഔട്ട് ആവുന്ന സമയത്ത് അഡലേഡ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ആദ്യം ഇപ്പം തന്നെ നിങ്ങളുടെ ഓഫീസിലേക്ക് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊരു ഗുഡ് ന്യൂസ് ആണ്. അപ്പം യൂണിവേഴ്സിറ്റീസിൽ 17 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഈ 17 യൂണിവേഴ്സിറ്റീസിലേക്ക് നമ്മൾ വിസ ലോഡ് ചെയ്ത് കഴിഞ്ഞാലും 90% ഓട്ടോ ഗ്രാൻഡ് ആയിരിക്കും. മാക്സിമം 2 വീക്സ്, അതിനപ്പുറത്തേക്ക് പോകത്തേയില്ല.
ഏറ്റവും കേസിൽ എന്തെങ്കിലും ഡോക്യുമെന്റിന്റെ കുറവുകളോ നമ്മുടെ മെഡിക്കലിന് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലെവൽ 1 യൂണിവേഴ്സിറ്റീസ് കിട്ടും. അങ്ങനെ ഒരു മിനിസ്ട്രിയിൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു ലെവൽ 1 പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന്. ലെവൽ 2 നമ്മൾ കണ്ടുവരുന്ന ഒരു സമയം എത്രയാണ്? ലെവൽ 2 2 months തന്നെയാണ് എടുക്കുന്നത്. അതിൽ മിനിസ്റ്റീരിയൽ ഡയറക്ഷൻ അവരത് എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞാലും ഇപ്പോഴും ടൈം എടുക്കുന്നുണ്ട് ലെവൽ 2 യൂണിവേഴ്സിറ്റീസിന്. അപ്പോൾ ഇനി വിസ റിജക്ഷൻ ആകെ സാധ്യതയുള്ളത് ഈ ഒരു ലെവൽ 2-ലായിരുന്നു. ലെവൽ 2-ലാണ്. അതൊന്നും ആപ്ലിക്കേഷൻ ഇട്ട എല്ലാവർക്കും ലെവൽ 2-ലും വിസ വന്നിട്ടുണ്ട്. പക്ഷേ ഗൈഡ് ലൈൻസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. വീക്കായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ഞങ്ങൾ ലെവൽ 1-ലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഞങ്ങളുടെ സ്ട്രാറ്റജി അതാണ്. അപ്പം നമ്മൾ ഈ പ്രൊഫൈൽ സ്ട്രോങ് ആക്കാന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ITR അതായത് GS റിക്വയർമെന്റ്സ് എല്ലാം പക്ക കൃത്യമായിട്ട് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പം ചില കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇത് എന്തെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? നമുക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് പറയാനാ, ഗൈഡ് ലൈൻസ് അനുസരിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ സ്റ്റേജിലായിരിക്കും അത് ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്. ഇനി ഈ നിയമങ്ങളൊക്കെ ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനും കൂടിയാണ്. ഞാൻ ആ കാര്യത്തിൽ ഓസ്ട്രേലിയയുടെ കൂടെ നിൽക്കാറുണ്ട്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ പഠിക്കുന്നവരൊക്കെ തന്നെ ഇവിടെ സെറ്റിൽ ആവത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ജെനുവിനായിട്ട് പഠിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് വേണ്ട ഫിനാൻഷ്യൽ ബാക്കിംഗ് ഉണ്ടാവണം. ആവശ്യമില്ലാത്ത ഫിനാൻഷ്യൽ പ്രഷർ ഉണ്ടെങ്കിൽ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്ത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിന് പറ്റാത്തവർ നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യല്ല, പക്ഷേ അല്ലാത്തവർ അതിനു വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ ജേണി അതും കൂടെ സ്ട്രഗിളായിരിക്കും. പഠിക്കാനും ഇതിൻ്റെ കൂടെ ഫിനാൻസ് മീറ്റ് ചെയ്യാനും പാടായിരിക്കും. അതിനാണ് ഈ റൂള് വെച്ച് നമ്മളിപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായി നമ്മൾ കുറച്ചധികം കാര്യങ്ങളിൽ പെട്ടിട്ടുള്ളതുകൊണ്ടായിരുന്നു കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇപ്പം ഡെയിലിയൊക്കെ അതായത് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴേക്ക് ഓരോ കുട്ടികൾ വിളിക്കും. ഇപ്പം ഇവിടുത്തെ അവസ്ഥ ഇപ്പം നമ്മൾ UK കാനഡയിലൊക്കെ കാണുന്ന കുട്ടികളുടെ കഷ്ടപ്പാടെല്ലാം നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടത്. ഇങ്ങനെ അറിയത്തില്ലാണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ കാരണത്താൽ എങ്ങനെയെങ്കിലൊക്കെ കയറിപ്പോയി. അതായത് ചിലപ്പം ഇവിടെ അറിവില്ലാതെ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം എടുക്കുന്ന ഒത്തിരി പേര്, ഗ്ലോബൽ MBA ചെയ്യുന്ന പ്രോഗ്രാം. അപ്പം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കുട്ടികൾ വരുമ്പോൾ നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ആ കുട്ടികൾ ഇതിന് PR ചാൻസ് കുറവാണെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ നല്ല ചാൻസ് ഇല്ല, അവരുടെ കോഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ബുദ്ധിമുട്ടാണെന്ന് കരുതി അവർ വേറെ ഏജൻസികളിലോ ഒക്കെ സമീപിച്ച് അവിടെ പോയി അവരേതെങ്കിലും ഒരു പ്രോഗ്രാം പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കോൺടാക്ട് ചെയ്യും പ്രോഗ്രാം മാറണമെന്നൊക്കെ. ഒത്തിരി പൈസ നമ്മുടെ നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ അന്വേഷിച്ചിട്ടും ഇങ്ങനത്തെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്, അതായത് അവരുടെ പ്രൊഫൈലിന് നമ്മൾ ഓപ്പണായിട്ട് PR ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൃത്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്നാൽ ബാക്കിയുള്ളിടത്ത് ചെല്ലുമ്പോൾ ആര് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു അവിടേക്ക് കുട്ടികൾക്ക് പോകാനുള്ള പ്രവണതയുണ്ട്. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം പ്രോഗ്രാം ചേഞ്ചിന് നമ്മൾ കോൺടാക്ട് ചെയ്ത് എത്രയോ പേരുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം റിയാലിറ്റിയിൽ നമുക്ക് ചിലപ്പോൾ MBA പ്രോഗ്രാം ഒക്കെ നല്ലതാണ്, പക്ഷെ ചിലപ്പോൾ എല്ലാവർക്കും ഒക്കെ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ PR കിട്ടുന്നുള്ളൂ. അപ്പം നമ്മുടെ കഴിവ് എങ്ങനെയാണ് നിൽക്കുന്നത്? നല്ല കമ്മ്യൂണിക്കേറ്റർ ഒക്കെ ആണെങ്കിൽ MBA എടുക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പഠിക്കാൻ മടിയുള്ളതുകൊണ്ട് MBA എടുക്കുന്നവർ ഇവിടെ വന്നിട്ട് രക്ഷപ്പെടത്തില്ല. ബേസിക്കലി പഠിക്കാനുള്ള നമുക്ക് വലിയ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ നല്ല ബുദ്ധിശക്തി ഉണ്ടാവും, എല്ലാ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കൂടി ഇല്ലാതെ ഓസ്ട്രേലിയയിൽ MBAയിൽ ത്രൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരിക. നിങ്ങൾക്ക് യോജിക്കുന്ന എന്താണെന്ന് പറഞ്ഞു തരാൻ ഞങ്ങളുണ്ട്. അതുപോലെയുള്ള കൺസൾട്ടൻസികളും എല്ലാ കൺസൾട്ടൻസിനും കിട്ടട്ടെ. ചില കുട്ടികൾ പഠിക്കാൻ വരുന്ന സമയത്ത് എനിക്ക് PR ഒന്നും നോട്ടം ഇല്ല, എനിക്ക് ഈ പ്രോഗ്രാം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 2 വർഷമൊക്കെ ഇവിടെ ജീവിച്ച് കഴിയുമ്പോൾ അന്ന് PR എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് മാറി അവസാനം കിടന്ന് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം അല്ലേ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ പഠിക്കാൻ വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാം MBA പോലത്തെ പ്രോഗ്രാം ഒക്കെ എടുത്തതിന് ശേഷം PR കിട്ടുകൊണ്ട് സ്ട്രഗിൾ ചെയ്ത് എല്ലാവരും പോകുന്നൊരു പ്രോഗ്രാമാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. ഈ സോഷ്യൽ വർക്കർ പ്രോഗ്രാം, ഇതൊക്കെയാണ് PR കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പഠിച്ചത്, നാട്ടിൽ പഠിച്ചത് ഒരു കോഴ്സ്, ഇവിടെ വന്നിട്ട് പഠിച്ചത് വേറൊരു കോഴ്സ്, എന്നിട്ട് അവസാനം ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രോഗ്രാം ഒക്കെ പഠിച്ചതിന് ശേഷം ഒരു സ്ട്രഗിൾ ആയിരിക്കും പിന്നെ അങ്ങോട്ട്. അത്രയും നേരെ ഒരു പാത്വേ അല്ല. സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ റിസർച്ച് നന്നായിട്ട് ചെയ്യുക, അറിവുള്ള കൺസൾട്ടൻസിനെ കണ്ടുപിടിക്കുക, അവരുമായിട്ട് സംസാരിക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റും. പിന്നെ സ്വയം റിസർച്ച് ചെയ്യുക. നിങ്ങൾ പരമാവധിയും ഒരു കാര്യം പറഞ്ഞ് കൺസൾട്ടന്റിന്റെ അടുത്ത് ചോദിക്കുക. അതല്ലാണ്ട് ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു പരിധി വരെ ചോദിക്കാത്തതായിരിക്കും നല്ലത്. കാരണം ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്. അല്ല, ഞാൻ അത് പറയുന്നത് നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്യുക. അത് റിസർച്ച് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും രക്ഷപ്പെടുകയുള്ളൂ. ആരുടെ ഒരാളുടെ വാക്ക് കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാതെ മൾട്ടിപ്പിൾ ആൾക്കാരോട് ചോദിക്കുക. ഒരു 10 പേരോടോ 15 പേരോടോ വേണം ചോദിച്ചു. പക്ഷേ ഇൻ്റർനെറ്റിൽ കൂടെ അത് റിസർച്ച് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം കേട്ടോ. അപ്പോൾ ആരെയും ബ്ലൈൻഡായിട്ട് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാതെ
ഇൻഫർമേഷനും ഫാക്ട്സും പറയുന്ന ആരാണ്, ആ ഫാക്ട്സ് അവർ പറയുന്നത് ശരിയാണ്, ഇതൊക്കെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. PR-ൻ്റെ പാത്വേ എന്താണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുക. ആ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പൈസ നിങ്ങൾ ഉണ്ടാക്കിയതും അല്ല, നിങ്ങളുടെ പേരൻസ് കഷ്ടപ്പെട്ട പൈസ ആയിരിക്കും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക കേട്ടോ. അവരുടെ അധ്വാനത്തിൻ്റെ വിലയാണ്. അപ്പോൾ നമുക്കത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ട് കോഴ്സ് എടുക്കുക, പ്രോഗ്രാം എടുക്കുക. ഗൈഡൻസ് തരാൻ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ലെവൽസ് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. അസസ്മെൻറ്റ് ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലെവൽ 1 യൂണിവേഴ്സിറ്റീസ് 17 എണ്ണം ഉണ്ട്. ലെവൽ 3 ഒന്നും തന്നെ ഇല്ല. ദാറ്റ് മീൻസ് ഓൾ അതർ റെസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ആർ ലെവൽ 2 നൗ കറൻ്റ്ലി. അപ്പോൾ അതിലേക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ നല്ലൊരു ഗുഡ് ന്യൂസ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയയൊക്കെ തൽക്കാലം ഇനി നോക്കണ്ടെന്നൊക്കെ വെച്ച് ഹോൾഡിൽ വെച്ചിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവരും ഗുഡ് ന്യൂസ് ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓസ്ട്രേലിയയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ദിസ് ഇസ് ജസ്വിൻ ആൻഡ് ജിസ് signing out from Hola World YouTube channel.